ഫോളോയിങ് ദ സ്റ്റാർ ഡേ 16 വഴികാട്ടുന്ന നക്ഷത്രമാകാം. ലോകത്തിൻ്റെ പ്രകാശമായി ജനിച്ചവൻ്റെ പ്രതീകമാണ് നക്ഷത്രം. നക്ഷത്രം കുലീനതയുടെയും ഔന്നത്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലും ഇടങ്ങളിലും അവസ്ഥകളിലും സ്റ്റാറായി ശോഭിക്കാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനിലും ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റാർ ആകുന്നതും സ്റ്റാർ ആകാൻ വേണ്ടി ആളാകുന്നതും കുലീന വ്യക്തിത്വങ്ങൾക്ക് ചേർന്നതല്ല. സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ഭൂമിയിലെ എല്ലാ രംഗങ്ങളിലും സ്റ്റാറായി ദൈവമഹത്വവും ഐശ്വര്യവും കൈവരിക്കുക എന്നതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ജ്ഞാനികൾക്ക് വഴികാട്ടിയായ നക്ഷത്രങ്ങൾ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നക്ഷത്രം ഒരു വഴികാട്ടിയാണ്. സകല മനുഷ്യർക്കും രക്ഷകനായി പിറന്ന യേശു ജനിച്ച സ്ഥലത്തേക്ക് വിദ്വാൻമാരും ആട്ടിടയന്മാർക്കും വഴികാട്ടിയായത് കിഴക്ക് കണ്ട നക്ഷത്രമാണ്. നമ്മൾ നക്ഷത്രമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ വഴിതെറ്റാതെ നയിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ലോകരക്ഷകൻ പിറന്ന പുൽക്കൂട് വരെ വഴികാട്ടിയതിന് ശേഷം ആ സ്റ്റാർ അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. നക്ഷത്രത്തിൻ്റെ ദൗത്യവും അവിടെ പൂർത്തിയാകുന്നു. നക്ഷത്രമാകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതും ആഗ്രഹിക്കേണ്ടതും മനുഷ്യരെ സത്യദൈവമായ യേശുവിങ്കിലേക്ക് നയിക്കുക എന്നതാണ്. അവർ ലോകരക്ഷകനിലേക്ക് എത്തിയെന്ന ഉറപ്പും നമുക്കുണ്ടായിരിക്കണം. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ ദൗത്യവും ഇതായിരിക്കണം. കർത്താവാകുന്ന പ്രകാശത്തിലേക്ക് മറ്റുള്ളവരെ വിരൽ ചൂണ്ടി വഴി നടത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നവയാണ്. നക്ഷത്രം കത്തി നിൽക്കുന്നവയാണ്. എപ്പോഴും കത്തി തീർന്നുകൊണ്ടിരിക്കുന്നവ. വെളിച്ചം നൽകുന്നതെന്തും അത് ആകാശത്തിലെ നക്ഷത്രമായാലും മെഴുകുതിരിയായാലും സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് പ്രകാശം പരത്തുന്നത്. സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്നവൻ അപരന് വെളിച്ചമായി, ഉണർവായി, ആവേശമായി തീരണം. സ്റ്റാർ ആകാൻ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നിലെ ദൈവിക നിക്ഷേപങ്ങളുടെ വെളിച്ചം ആത്മീയ ഫലങ്ങളെ വർദ്ധിപ്പിക്കുവാനായിട്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. സമയവും കാലവും മാറുന്നതിനനുസരിച്ച് വെളിച്ചത്തിൻ്റെ അളവിലും ഗുണനിലവാരത്തിലും മികവ് പുലർത്താൻ ജാഗ്രതയുള്ളവരായിരിക്കണം. നക്ഷത്ര ദീപ്തിയെ ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. നക്ഷത്ര വിളക്കുകൾ കൊണ്ട് ക്രിസ്മസിനെ അലങ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ ദിവ്യ വെളിച്ചമുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം. എത്ര വില കൂടിയ സ്റ്റാർ വാങ്ങി വീടിൻ്റെ മുൻപിൽ തൂക്കിയിട്ടാലും അതിനുള്ളിൽ വെളിച്ചമില്ലെങ്കിൽ ആ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതുപോലെയാണ് നമ്മെയും. ദൈവം ഓരോ സ്റ്റാറായിട്ടാണ് ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. എന്നാൽ സ്റ്റാറിനുള്ളിൽ വെളിച്ചത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം പൂർത്തീകരിക്കുന്നത്. ഈ വെളിച്ചം ചിലപ്പോൾ ഒരു പുഞ്ചിരിയാകാം, ഒരു നല്ല വാക്കാകാം, മറ്റുള്ളവരുടെ വേദനയെ സ്വന്തം വേദനയായി കണ്ട് അവരോട് ഇടപെടുന്നതാകാം, പ്രതിഫലിച്ചു കൂടാതെയുള്ള സ്നേഹമാകാം, മറ്റുള്ളവർക്ക് ഉള്ളു തുറന്ന് പറയാൻ പറ്റിയ വ്യക്തിയാകാം. ഒരിക്കലും കെടുത്തിക്കളയാനാവാത്ത ദിവ്യ വെളിച്ചമാണ് ക്രിസ്തു. അന്ന് ക്രിസ്തു ജനിച്ചപ്പോൾ ഒരു സ്റ്റാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു. ഇന്ന് പല രൂപത്തിലുള്ള സ്റ്റാർ ലഭ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ 1, 2 സ്റ്റാർ തൂക്കിയിട്ടേക്കാം. നമ്മുടെ ഭവനങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറയണം, ക്രിസ്തു ഇവിടെയുണ്ടോ? എൻ്റെ ഭവനത്തിൽ ക്രിസ്തു ഉണ്ടോ? എന്നിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചമുണ്ടോ? ഭവനങ്ങളുടെ മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം. പിന്നെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, ഈ സ്റ്റാറിലൂടെ ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ
എന്നെ ശക്തീകരിക്കണമേ എന്ന്. ഈ ആഗമനകാലത്തിൽ നമുക്കും സ്റ്റാറായി ഒരു നക്ഷത്രമായി തീരാം. സ്റ്റാർ ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള വഴികാട്ടിയായതുപോലെ എന്നിലൂടെ അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനും വെളിച്ചം പകരുവാനും ഇടയാക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.